പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്ന അങ്ങേക്ക് നന്ദി പറയും. നിന്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് തൻ്റെ വചനം മൂലം വിശ്വസിക്കുന്ന സകലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങേ വചനം കൊണ്ട് ഭൂതലമഖിലം നിറഞ്ഞിരിക്കുന്നു. വചനത്താൽ സർവ്വവും സൃഷ്ടിക്കുകയും വചനത്താൽ വിശുദ്ധീകരിക്കുകയും വചനത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവെ, പുതിയൊരു പെന്തക്കോസ്തായിക്കൊരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയ്ക്കണമേ. നിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വചനത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കി തീർക്കണമേ. അങ്ങിൽ വിശ്വസിക്കുന്ന സകലരും ഒന്നായിരിക്കുവാനായിട്ട് കർത്താവെ നീ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഒരു കുടുംബമാക്കി മാറ്റിയ, ഒരു സമൂഹമാക്കി മാറ്റിയ നിൻ്റെ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അങ്ങിൽ ഒന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിന് അംഗമായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വചനത്താൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കൃപകളാൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ കൂട്ടായ്മയ്ക്ക് സാക്ഷി നൽകുന്ന കുടുംബങ്ങളും സമൂഹങ്ങളുമായി തീരുവാൻ, അങ്ങനെ ലോകത്തിന് അങ്ങയെ കാണിച്ചു കൊടുക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ലോകത്തിൽ ജീവിക്കുവാനും അങ്ങയെ അറിഞ്ഞ് മഹത്വപ്പെടുത്തുവാനും അങ്ങ് വിശ്വസിക്കുവാനുമുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപകളാൽ നിറച്ച നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. വേർതിരിവർ കൂടാതെ, പക്ഷാഭേദം കൂടാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസം കൂടാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പൊക്കം കൂടിയവനെന്നോ പൊക്കം കുറഞ്ഞവനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാവരും അങ്ങിൽ ഒന്നാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ദിവസത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമാപനം കാണുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകുന്നുവെങ്കിൽ ഈ ദിവസത്തെ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ നടത്തുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.